ഗ്രീൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് വേണ്ട ഈ മതിലയിൽ ഇങ്ങനെ സുന്ദരിക്കുട്ടികളായി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നമ്മുടെ ക്യാച്ച് ക്ലോ ക്രീപ്പർ. ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് കണ്ടോ, ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ മതിലയിൽ ഇങ്ങനെ പിടിച്ച് നമ്മുടെ പൂച്ചയുടെ കാല് പോലെ ഉള്ള ഒരു ഇത് കണ്ടോ, ഒരു മുള്ളു പോലെ ഒരു സാധനം ഉണ്ട് ഇതിന്. കയ്യേല് കൊള്ളുവേ. അതിൻ്റെ ഇത് കണ്ടോ, ഇതാണ് മുള്ളു പോലെ നിൽക്കുന്ന ഈ സാധനം. ഇതിങ്ങനെ പിടിച്ചിട്ടാണ് ഇത് മതിലേൽ ഇങ്ങനെ കയറിപ്പോകുന്നത്. അതിങ്ങനെ ചെറിയ പിടുത്തമൊന്നുമല്ല, നന്നായിട്ട് പിടിക്കും, നമ്മുടെ ദേഹത്തുമൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം ഇതിനെ ഒന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർച്ച് ഏപ്രിൽ സമയത്താണ് ഇത് സീസണായിട്ടാണ് പൂക്കുന്നത്. പൂ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിറയെ പൂവാണ്, നല്ല മഞ്ഞ, എന്താ പറയുന്നത്, ലൈറ്റ് കത്തി കിടക്കുന്ന പോലെ ഭയങ്കര രസമുള്ള പൂവാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അതുപോലെ പൂ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ഡീപ്പായിട്ട് പ്രൂൺ ചെയ്യാം. എന്നാലും ഉള്ള ഇത് പൊട്ടിക്കിളുത്ത് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നല്ല തിങ്ങി നിറഞ്ഞ് പൂവുണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു, ഇതുപോലെയൊക്കെ നമ്മൾ കിളുത്ത് വരുന്ന സാധനങ്ങളെ കണ്ടിച്ച് കളയുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ വിഷമം തോന്നാറില്ലേ എന്ന്. പക്ഷേ നമ്മൾ അങ്ങനെ വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല. എന്നാണെന്നറിയോ, നമ്മളിതുപോലെ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് പൊട്ടിക്കിളുക്കത്തുള്ളൂ. പൊട്ടിക്കിളുത്താൽ മാത്രമേ ഉള്ളൂ പൂവാണേലും കായാണേലും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. കേട്ടിട്ടില്ലേ, നമ്മൾ കരിയേപ്പൊക്കെ ഒടിച്ചൊടിച്ച് വിടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രോസസ്സാണിത്. ഇത് കറക്റ്റായിട്ടും ചെയ്യണം. ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പിന്നെ പടർന്ന് ഇതുപോലെ അങ്ങ് വലിഞ്ഞ് കിടക്കുമെന്നുള്ളതല്ലാതെ ഇതിൽ നിന്ന് ഒരു പൂ പോലും നമുക്ക് ഉണ്ടാകത്തില്ല. അതായത് നമ്മൾ പ്രൂൺ ചെയ്ത് ഇതിന് വളം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ശരിക്കും മുട്ടും പൂവും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കും. എന്തെങ്കിലും പൂവൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വേറെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ രണ്ട് സൈഡിലും മതിലേൽ ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട് ഇത് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ 2 തൈ കൊണ്ടുവച്ചതാണ്, നിറയെ കിടപ്പുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് തീരാറായിട്ടുണ്ട്. ഇതിന് പൊട്ടിക്കിളുത്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്നതിന് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ ഇത് വരും. നമുക്കിതിന് വളം ഇട്ട് കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കാര്യങ്ങളും കൂടെ ചെയ്താലേ ഉള്ളൂ പരിപാടി തീരത്തുള്ളൂ. നല്ല വെയിൽ വേണം കേട്ടോ ഈ ചെടിക്ക്. നല്ല വെയിലും വേണം, വെള്ളവും വേണം, എന്നാലേ ഉള്ളത് നല്ലതായിട്ട് പൂക്കത്തുള്ളൂ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മതി, ഒന്നും വേണ്ട. മാസത്തിൽ 1 2 മാസം കൂടുമ്പോഴോ ഒക്കെ ഇട്ട്. സീസൺ ആയതുകൊണ്ടേ, പൂക്കളൊക്കെ സീസൺ ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ ഇതുപോലെ പ്രൂണിങ് നടത്തിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കോവലിൻ്റെ വള്ളിയൊക്കെ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമ്മുടെ പ്രൂണിങ് ഏതാണ്ട് തീർന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ എത്തി. ഇതാണ് ഇതിൻ്റെ ചുവട് കണ്ടോ, നല്ല കട്ടി നിൽക്കുക. ഇതിവിടെ ഇങ്ങനെയാണ് കയറിപ്പോയേക്കുന്നത്, ഇതുവഴി ഇങ്ങനെ പോയേക്കുവാണ്. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ചെടി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഞാനൊരു തരത്തിലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മണ്ണൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാം. വളം ചാണകപ്പൊടിയോ പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്ത് വളമാണേലും ഇതിന് കുഴപ്പമില്ല കേട്ടോ, അതെടുത്തോളും ആ വളമൊക്കെ. അപ്പം നമുക്ക് കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം.
ഇത് മണ്ണിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേറെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ചവിട്ടി കിടന്നോളും, കുഴപ്പമൊന്നുമില്ല. ചട്ടിക്കകത്തൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അതൊക്കെ വേസ്റ്റൊക്കെ മാറ്റിയിട്ടിട്ട് കൊടുക്കുന്നത്. നമ്മൾ വളമൊക്കെ ഇട്ടു. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, വളമൊക്കെ ഇട്ട് കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.